വാർത്തകളിലേക്ക് വീണ്ടും. ഉപകരണക്ഷാമത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ മറുപടി നൽകി. ചട്ടങ്ങൾ പാലിച്ച് ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുമെന്ന് മന്ത്രി ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മൂത്രാശയ കല്ല് പൊടിക്കുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന ഉപകരണം രോഗികളിൽ നിന്ന് പണം ഈടാക്കി വാങ്ങുന്നതായി കണ്ടെത്തിയതായി പരാമർശിക്കുന്നുണ്ട്. സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല. രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഫ്ലെക്സിസ്കോപ്പ് വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അങ്ങനെ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ്. അത് സർക്കാർ ഗൗരവമായി കാണുന്നതാണ്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായി കാസ്പ് മുഖാന്തരം 373.36 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും 81.82 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിജോ കുര്യൻ വിശദാംശം നൽകും. ഷിജോ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ FB പോസ്റ്റിലൂടെ അടക്കം വലിയ ചർച്ചയായ ഉപകരണക്ഷാമം ഇന്ന് സഭയിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു മന്ത്രിയുടെ മറുപടി? സൈഫുദ്ദീൻ, സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനെയും വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയ ഒരു തുറന്നുപറച്ചിലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗ മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള തുറന്നുപറച്ചിൽ. ആ വിഷയമാണ് ഇന്നിപ്പോൾ നിയമസഭ തുടങ്ങിയപ്പോൾ ആ ചോദ്യോത്തരവേളയിൽ ആദ്യത്തെ ചോദ്യമായിട്ട് പ്രതിപക്ഷ നിരയിൽ നിന്ന് AP അനിൽകുമാർ ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി നൽകിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ കോളേജുകളിലേക്ക് ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങുന്നതിന് കൃത്യമായിട്ടുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്. അത് പാലിച്ചു തന്നെയാണ് എല്ലാ ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതുപോലെ രോഗികളിൽ നിന്ന് പണം വാങ്ങി ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു തരത്തിലും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. രോഗികളിൽ നിന്ന് പണം വാങ്ങി ആ രീതിയിൽ ചികിത്സ തുടരുന്നുണ്ട് എങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തണം. അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് മേലധികാരികൾ മെഡിക്കൽ കോളേജ് അധികൃതരെ ഇത് സംബന്ധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് AP അനിൽകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് നൽകിയിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഭരണ പ്രതിപക്ഷ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് തമ്മിലുള്ള ഒരു വാക്പോരിനും ഇന്നത്തെ ചോദ്യോത്തരവേളയിലെ ആദ്യ ചോദ്യം തന്നെ ഒരു വേദിയായി. അതിനകത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം UDF സർക്കാരിന്റെ കാലത്തെയും LDF സർക്കാരിന്റെയും കാലത്തെയും ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജുകളുടെ നേട്ടത്തെ വിശദീകരിച്ചത്. 2011 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന UDF സർക്കാരിന്റെ കാലത്ത് വെറും 15.64 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ മാത്രമാണ് UDF സർക്കാരിന്റെ കാലത്ത് വാങ്ങി നൽകിയത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 40 കോടി, അതിന് 40 കോടിയിലേറെ ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രമായി നൽകി. ഈ ഒരു വർഷം, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 80 കോടിയിൽ പരം രൂപയുടെ ഉപകരണങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാങ്ങി നൽകിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 7,708 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് രോഗികൾക്ക് നൽകിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നുപറച്ചിലിന് പിന്നാലെ ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലടക്കം ചട്ടങ്ങൾ പാലിച്ചു തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞ മന്ത്രി 25 ലക്ഷത്തിൽ പരം രോഗികൾക്ക് സൗജന്യ ചികിത്സ കഴിഞ്ഞ 4 വർഷത്തിനിടെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നിയമസഭയിൽ പറഞ്ഞു. ശരി ഷിജോ.